സത്യം അതേപടി പകർത്തിയാൽ പോലും കവിതയാവുന്ന കാലമാണിത് എന്ന് കവി പി രാമചന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. അനുഭവം തന്നെയാണ് കവിതയുടെ ആദ്യ ഹേതുവും ബീജവും. വിണ്ണിൽ നിന്നെടുക്കുന്ന ഭസ്മം കൊണ്ട് കവിത ഉണ്ടാക്കാനാവില്ല. കാൽ വെച്ച മണ്ണിൽ നിന്നാണ് കവിത ഉണ്ടാവുന്നതെന്നും പി രാമചന്ദ്രൻ പറഞ്ഞു. ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ നടന്ന കാവ്യസന്ധ്യയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോഴത്തെ കാലത്ത് ഈ ആവിഷ്കാരം എന്ന് പറയുന്നത് അല്പം അപകടകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതായത് ഏത് കലാകാരനും, കവിയോ എഴുത്തുകാരൻ മാത്രമല്ല, പ്രഭാഷകനായാലും അല്ലെങ്കിൽ ഏതൊരു കലാകാരനും സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഭയം നമ്മളെ ആവിഷ്കാരത്തെ മൊത്തം സർഗാത്മകതയെ ബാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത്തരം ഒരു സാഹചര്യം, അത് നമ്മൾ ഒരു നോട്ടപ്പുള്ളി അല്ലെങ്കിൽ ഒരു സംശയകരമായിട്ട്, അതായത് ഈ സർഗാത്മക കലാകാരന്മാരെയൊക്കെ തന്നെ സംശയ ദൃഷ്ടിയോട് നോക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെയോ ഒരു സാഹചര്യം പതുക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. അത് കലാകാരന്മാരെ, നമ്മുടെ സർഗാത്മകതയെ ബാധിക്കുന്നൊരു കാര്യമാണ്. അത് ഈ എഴുത്തുകാരുടെ മാത്രം പ്രശ്നമല്ല, നിങ്ങൾക്കുള്ള മീഡിയ ആളുകളുടെയും കൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും പ്രശ്നമാണ്.